നമസ്കാരം. ഡ്രോപ്പ് ഓഫ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള റിനൈസൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാന നായകനെക്കുറിച്ചാണ്, ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ കേരള റിനൈസൻസ് എന്ന് പറയുന്ന ഏതൊരു പ്രൊഫഷണൽ എക്സാമിനാണെങ്കിലും നോൺ പ്രൊഫഷണൽ എക്സാമിനാണെങ്കിലും ആവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ ഇത് പഠിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമാർഗം വരുന്നില്ല. അപ്പോൾ ബി എഡ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ കോണ്ടന്റ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തുടർന്ന് വേണ്ടത് ഒരു ജോലിയാണ്. അപ്പോൾ അവരുടെ PSC പരീക്ഷയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഉപയോഗപ്പെടും. ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കഴിയുന്നത്ര പോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡ്സിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പം നിങ്ങൾക്കും അതിൻ്റെ കൂടെ ഈ സംരംഭത്തിൽ ചേരാം. നിങ്ങൾക്കും എന്തെങ്കിലും കാര്യം ഗുരുവിനെ കുറിച്ച് അറിയാമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം പോയിൻറ്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ശ്രീനാരായണ ഗുരു, ഇദ്ദേഹത്തിൻ്റെ ജനനവും മരണവുമാണ് ഞാൻ ആദ്യം പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ സമാധി 1928 സെപ്റ്റംബർ 20 ശിവഗിരി മഠത്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സമാധി സംഭവിക്കുന്നത്. നമ്മൾ ഈ സ്വാമിമാർ സമാധി ഇരിക്കുക എന്നാണ് നമ്മൾ പറയാറുള്ളത്. മരണം എന്നുള്ള വാക്കിനേക്കാളും സമാധി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അവരൊരു സമയം പറഞ്ഞിട്ട് ആ സമയത്ത് അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഏത് നവോത്ഥാന നായകൻ്റെ ജനന തീയതിയും മരണ തീയതിയുമാണ് കേരള സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഒന്ന് ഓർത്ത് നോക്കൂ. ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി. ഇത് നമ്മൾ മിക്കവാറും ഒക്കെ അവധിയായിട്ട് നമുക്ക് കിട്ടുന്ന സമയത്താണ്. ഓണത്തിൻ്റെ സമയത്തായിരിക്കും, 4ാം ഓണത്തിനോട് അടുപ്പിച്ചൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സമാധിയും ഓണവും ഒക്കെ വരുന്നത്. അപ്പോഴൊക്കെ നമുക്ക് അവധി കിട്ടാറുണ്ട്. അതേപോലെ തന്നെ സെപ്റ്റംബർ 20 ഓഗസ്റ്റ് 20 2 ദിവസവും ഈ പറയുന്ന പോലെ 2 ഒരു 20 എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ജനനവും സമാധിയും 2 ദിവസം നമുക്ക് പൊതു അവധി തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാരാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതും കൂടി ഒന്ന് മനസ്സിൽ കരുതുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് നോക്കണം. 1858 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്ത് വയൽവാരം വീട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം വയൽവാരം വീട്. ഒരുപാട് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ, പിതാവിൻ്റെ പേര് മാടനാശാൻ, അമ്മയുടെ പേര് കുട്ടിയമ്മ. ഒരു കാര്യവും കൂടെ, ഭാര്യയുടെ പേര് കാളിയമ്മ. ഇദ്ദേഹത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചത് 1882 അതും ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ചും ഒക്കെയാണ് ഇനി നമ്മൾ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരല്ല, നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് നെയിമാണ് നോക്കാൻ പോകുന്നത്. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. നാണു എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരല്ലെങ്കിൽ വിളിപ്പേരല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് നെയിം എന്ന് പറയുന്നത്. നാണു ആശാൻ എന്ന് വിളിക്കാറുണ്ട്, നാണു എന്ന് നമുക്ക് പറയാം, നാരായണൻ എന്ന് ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ ഈ 3 പേരിൽ അറിയപ്പെടുന്നത് ഗുരു തന്നെയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഫാദർ ഓഫ് കേരള റിനൈസൻസ്, നവോത്ഥാന പിതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വിശേഷണം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെ 2ാം ബുദ്ധനെന്ന് വിളിക്കുന്നു. ജി ശങ്കരക്കുറുപ്പാണ് അത്തരത്തിലുള്ളൊരു വിശേഷണം ഇദ്ദേഹത്തിന് കൊടുത്തത്. ജി ശങ്കരക്കുറുപ്പിനെ അറിയാമായിരിക്കും, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ജ്ഞാനപീഠ ജേതാവ് ഒക്കെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ഒരു വിശേഷണം ഇദ്ദേഹത്തിനുണ്ട്. ഇത് കൊടുത്തത് മലയാള മനോരമയാണ്. മലയാള മനോരമ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ഒരു രീതിയിൽ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗുരുവിൻ്റെ 2 പ്രമുഖരായിട്ടുള്ള ഗുരുക്കന്മാരുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. രാമൻ പിള്ള ആശാനും തൈക്കാടയ്യയും. തൈക്കാടയ്യയെ ഗുരുവിന് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെയും ഗുരുവിനെയും ഘടയോഗി വിദ്യ പഠിപ്പിച്ചത് ആരാണ്? തൈക്കാടയ്യാണ്. തൈക്കാടയ്യ മറ്റൊരു നവോത്ഥാന നായകനാണ്. അതും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഗുരുക്കന്മാരായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ്. അതും കൂടി ഒന്ന് മനസ്സിൽ
ഓർത്ത് വയ്ക്കുക. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേര് നമ്മൾ പറഞ്ഞു. ഭാര്യയുടെ പേര് കാളിയാണ്. സഹോദരങ്ങളുടെ പേര് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യണം. കൊച്ചു സഹോദരിമാരാണ് കേട്ടോ. കൊച്ചു ദേവി, കൊച്ചുമാത, ഇവർ 3 പേരുമാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരിമാരെന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. നമുക്ക് ഡീറ്റെയിൽസ് കൂടുതൽ കളക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് മാത്രമേ PSC പറയുന്നുള്ളൂ. പക്ഷെ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് മനസ്സിലൊന്ന് വയ്ക്കുക. ഇനി അടുത്തത്, ഇദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റായ 2 കാര്യങ്ങളാണ്. ഇദ്ദേഹം അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലം, ഒരുപാട് പേര് അരുവിക്കര എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തെറ്റാണ്. അരുവിക്കര എന്ന് പറഞ്ഞാലും അരുവിപ്പുറം എന്ന് പറഞ്ഞാലും തിരുവനന്തപുരം ജില്ലയിലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അരുവിപ്പുറത്താണ് ഇദ്ദേഹം ഒരു ശിവക്ഷേത്രം പണിയിപ്പിച്ചത്. വർഷം 1887. അതും ഒന്ന് മനസ്സിൽ വയ്ക്കുക. പണി കഴിപ്പിച്ചത് 1887. പണി കഴിപ്പിക്കുക മാത്രമല്ല, അവിടുത്തെ ക്ഷേത്രഭിത്തിയിൽ ഇദ്ദേഹം ഇങ്ങനെ എഴുതി ചേർത്തു: ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമത് എന്ന് ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലാണ് എഴുതിയത്. വളരെ ഇമ്പോർട്ടൻ്റ്, ഭിത്തിയിലൊന്ന് എഴുതി വെച്ചു. ഈ അരുവിപ്പുറം എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര, തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര ആ ഒരു പരിധിയിൽ വരുന്ന ഒരു പ്ലേസാണ്. ആ ഒരു നെയ്യാറ്റിങ്കര താലൂക്കിൽ വരുന്ന സ്ഥലമാണ്. ഇനി നിങ്ങൾക്കറിയാവുന്ന അടുത്ത കാര്യം അവിടുത്തെ ശിവപ്രതിഷ്ഠയായിരിക്കും അല്ലേ. നെയ്യാർ നദി, ഈ പറയുന്ന പുറത്തെ നെയ്യാർ നദിയിൽ നിന്നും, ആ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് പറഞ്ഞാൽ നെയ്യാറിലെ ശങ്കരൻ കുഴി എന്നാണ് ആ കുഴിക്ക് കൊടുത്തിരിക്കുന്ന പേര്. നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ 1.5 മണിക്കൂർ അദ്ദേഹം മുങ്ങിക്കിടന്ന് അവിടെ നിന്നുമാണ് ഒരു കല്ലെടുത്തു കൊണ്ടുവന്ന് അദ്ദേഹം ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിപ്പിച്ചത്. അപ്പോൾ ഇതിനെ അരുവിപ്പുറം വിപ്ലവം എന്ന് പറയുന്നു. അതിൻ്റെ തീയതി ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്നതാണ്. 1888 വർഷം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ക്ഷേത്രയോഗം വിളിക്കുന്നത്, 1898. ഇതും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള 2 കോട്സ് പറഞ്ഞോട്ടെ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഞാൻ പ്രതിഷ്ഠിപ്പിച്ചത് ഈഴവ ശിവനെയാണ്. ഇത് പറയാനുണ്ടായ കോണ്ടെക്സ്റ്റ്, ഇങ്ങനെ ഒരു ശിവക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ ബ്രാഹ്മണനല്ലാത്തൊരു വ്യക്തി നടത്തി എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ മേൽജാതിക്കാർക്ക് വളരെ വിഷയമാണ്. അപ്പോൾ അവരൊക്കെ വന്ന് ഒരുപാട് പ്രക്ഷേപം ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ പ്രതിഷ്ഠിപ്പിച്ചത് നിങ്ങളുടെ ശിവനെയല്ല, ഞാൻ പ്രതിഷ്ഠിപ്പിച്ചത് ഈഴവ ശിവനെയാണെന്ന് ആര് പറഞ്ഞു? ഗുരു പറഞ്ഞു. ഒരു കാര്യം കൂടെ, ഞാൻ ഈഴവ ശിവനെ പ്രതിഷ്ഠിപ്പിച്ചു എന്ന് പറഞ്ഞത് ഗുരുവാണ്. ഞാൻ പുലയ ശിവനെ പ്രതിഷ്ഠിപ്പിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു നവോത്ഥാന നായകനാണ്. ആരായിരിക്കും അത്? അത് എന്താ പറയുക, അയ്യങ്കാളിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇനി SNDP നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം? അതിൻ്റെ ആദ്യത്തെ സമ്മേളനം 1903 മെയ് 15. അത് സംഘടിപ്പിച്ചത് അങ്ങനെ ഈ വർഷമാണ്. 1903 മെയ് 15 ഈ യോഗം തുടങ്ങിയത്. ഇതിന് കാരണമായത് നമ്മൾ നേരത്തെ ഒരു ക്ഷേത്രയോഗത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിലാണ് SNDPയുടെ ഫോർമേഷനെ കുറിച്ച് തീരുമാനമെടുത്തത്. ഡോക്ടർ പൽപ്പുവാണ് ഇങ്ങനൊരു പ്രപ്പോസൽ ഗുരുവിൻ്റെ അടുത്ത് പറയുന്നത്. SNDP എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ചുള്ള ഒരു ആവശ്യകത പറയുന്നത്. അത് 1903 മെയ് 15 രൂപീകരിക്കുന്നത്. ഇനി ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം, അത് അരുവിക്കര ക്ഷേത്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ പൽപ്പുവാണ് പ്രേരിപ്പിച്ചത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം ചില ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലേ. ഇദ്ദേഹത്തിൻ്റെ കണ്ടുമുട്ടലുകൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത SNDPയുടെ കുറച്ച് വിശദാംശങ്ങളാണ് പറയുന്നത്. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവാണ്. ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ്. ഒരുപാട് പേർക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. SNDPയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണെ. SNDP ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം, അത് സ്ഥാപിച്ചത് 1903 മെയ് 15. ഡേറ്റ് കറക്റ്റായിട്ട് മലയാളം മാസം പറയുകയാണെങ്കിൽ 1078 ഇടവം 2 ഇത് സ്ഥാപിക്കുന്നത്. SNDPയുടെ ആസ്ഥാനം അത് അവിടെ കൊടുത്തിട്ടുണ്ട്. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. നമ്മൾ ഇനി വേറൊരു സ്ലൈഡിൽ ഞാനത് പറയുന്നുണ്ട്. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. SNDPയുടെ ആദ്യത്തെ പേര് വാവൂട്ട് യോഗം എന്നായിരുന്നേ. വാവൂട്ട് യോഗം, അതാണ് പിന്നെ SNDP എന്ന് പറയുന്ന പേരിലോട്ട് മാറിയത്. SNDPയുടെ മുൻഗാമി എന്ന് പറയുന്ന വാവൂട്ട് യോഗമാണ്. ആദ്യം അതിൻ്റെ പേരതായിരുന്നു, പിന്നെയാണ് ഇതിനെ ഈ പേരിലോട്ട് മാറ്റിയത്. ഇനി SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് അല്ലെങ്കിൽ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? പ്രസിഡന്റ് അല്ല, ക്ഷമിക്കണം. ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്?
ശ്രീനാരായണ ഗുരുവാണ്. ഇതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കുമാരനാശാനാണ്. ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ ഇത് ഇത്രയും ഓർത്തിരിക്കുകയല്ലോ, ഇത്രയും ഓർക്കണം. ഒരു തെറ്റ് സ്ലൈഡിൽ സംഭവിച്ചു. ആജീവനാന്ത പ്രസിഡൻ്റ് അല്ല, ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നതാണ്. ആജീവനാന്ത കാല അധ്യക്ഷൻ എന്ന് പറയുന്നതാണ് ശ്രീനാരായണ ഗുരു. അതും കൂടി ഒന്ന് ഓർക്കുക. ഇനി SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ്. ഇതിൻ്റെ സ്ഥാപക എഡിറ്റർ കുമാരനാശാനാണ്. ഈ പത്രത്തിൻ്റെ ഔദ്യോഗിക പത്രാധിപർ എന്ന് പറയുന്നത്, ആദ്യത്തെ ഔദ്യോഗിക പത്രാധിപർ എന്ന് പറയുന്നത് M. ഗോവിന്ദനാണ്. ഇതിനെ ഈഴവ ഗസറ്റ് എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ. വിവേകോദയത്തിനെ ഈഴവ ഗസറ്റ് എന്നും വിളിച്ചു പോരുന്നു. എന്തായാലും 1904 വിവേകോദയം തുടങ്ങിയത്. ഇതിൻ്റെ വേറൊരു പേരാണ് ഈഴവ ഗസറ്റ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇനി SNDPയുടെ ആദ്യത്തെ മുഖചിത്രമാണ് ഈ പറയുന്ന വിവേകോദയം. ഇപ്പോൾ അതിൻ്റെ മുഖചിത്രം മാറിയിട്ടുണ്ട്, മുഖപത്രം മാറിയിട്ടുണ്ട്. SNDPയുടെ മുഖം വെച്ചിട്ടുള്ള മുഖപത്രം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ്. ആസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതുമായിട്ട് SNDPയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാം. SNDPയുടെ അനിശ്ചിത ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ്. ഇതിൻ്റെ മുൻഗാമിയാണ് വാവൂട്ട് യോഗം. ഇനി കണ്ണാടി പ്രതിഷ്ഠയെക്കുറിച്ച് പറയാം. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ കളവങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവസാനത്തെ കണ്ണാടി പ്രതിഷ്ഠ ഉല്ലല്ല വെച്ചൂർ, അതായത് വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തിലെ ഉല്ലല്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രമുഖ പ്രതിഷ്ഠ ഈ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം എന്താണെന്ന് വെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹത്താണ്, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇദ്ദേഹം മംഗലാപുരത്ത് ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് തിരുപ്പതീശ്വര ക്ഷേത്രം. പിന്നെ ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അതിൻ്റെ തറക്കല്ലിട്ടത് ആനി ബെസൻ്റാണ്. ഇത് ഓർത്തിരിക്കണേ. അതായത് ഇദ്ദേഹം കോഴിക്കോട് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അത് പണി കഴിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്, അല്ലെങ്കിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അതിൻ്റെ തറക്കല്ലിട്ടത് ആനി ബെസൻ്റാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് അനാഖ്യായനം ചെയ്തത് തലശ്ശേരിയിൽ വെച്ചാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക. അത് നമ്മൾക്ക് ഏറ്റവും ലാസ്റ്റ് പറയാം. ഞാനിപ്പോൾ അത് ഓർത്തപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോയി. ഇദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠകൾ ഓം എഴുതിയ പഞ്ചലോക പ്രതിഷ്ഠ ഇദ്ദേഹം നടത്തിയത് മുരുക്കുംപുഴയാണ്. നിലവിളക്ക് സ്ഥാപിച്ചത് വിളക്കമ്പലം കാരമുക്ക് തൃശ്ശൂർ ജില്ലയിലെ കാരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിളക്കമ്പലത്തിലാണ്. വിളക്കമ്പലം എന്നാണ് ആ വിളക്ക് സ്ഥാപിച്ചതുകൊണ്ട് ആ അമ്പലത്തിന് പറയുന്ന പേര് വിളക്കമ്പലം എന്നാണ്. അവിടെയാണത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണാടി പ്രതിഷ്ഠ എവിടേക്കാണെന്ന് വെച്ചാൽ കളവങ്കോടാണ് ആദ്യം, ഉല്ലല്ല വെച്ചൂർ അവസാനത്തെ പ്രതിഷ്ഠ. അവിടെ പ്രണവമന്ത്രം എഴുതിയ കണ്ണാടി പ്രതിഷ്ഠിപ്പിച്ചു. പിന്നെ പഞ്ചലോക പ്രതിഷ്ഠ മുരുക്കുംപുഴ, നിലവിളക്ക് പ്രതിഷ്ഠ കാരമുക്ക്. അപ്പോൾ ഈ 4 സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വരുന്നത്, നിലവിളക്ക് പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ കണ്ണാടി പ്രതിഷ്ഠ വരുന്നത്. ഈ കാഞ്ചീപുരത്ത് അദ്ദേഹം ഒരു ആശ്രമം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതാണ് നാരായണ സേവാശ്രമം. വർഷം 1916. പിന്നെ ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണങ്ങളൊക്കെ ഒരുപാട് കൂടിയപ്പോൾ അത് ഒരുപാട് വ്യക്തികൾ ഒരുപാട് തന്നെ അസ്വസ്ഥരാക്കി. അപ്പോൾ അങ്ങനെ ഒരുപാട് സവർണർ ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ചാർജസ് കൊടുത്തു. ഇദ്ദേഹം കോടതിയിൽ വരാൻ നിർബന്ധിതനായി. പക്ഷേ എന്നാൽ അന്നത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ ഇദ്ദേഹത്തിനെ എന്ത് ചെയ്തു? കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. അപ്പം അതൊരു ചോദ്യമാണ് ഇവിടെ. കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയത് ആരെയാണ്? ഗുരുവിനെയാണ്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ലൈഡ് ഇപ്പോഴാണ് വന്നത്, കണ്ടുമുട്ടലുകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനാരായണ ഗുരുവിനെ ഒരുപാട് പ്രമുഖ വ്യക്തികളെ വന്ന് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞു. അവർ രണ്ടുപേരും ഫ്രണ്ട്സാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഒരുമിച്ചാണ് പഠിച്ചത് തൈക്കാടയ്യയുടെ കീഴിൽ. ഇവരാദ്യമായിട്ട് കാണുന്നത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്, തിരുവനന്തപുരം ജില്ലയിലെ അണിയൂർ ക്ഷേത്രത്തിൽ. വർഷം 1888. ആദ്യം ഇദ്ദേഹം കണ്ടുമുട്ടിയത് ചട്ടമ്പി സ്വാമികളെയാണ്. അങ്ങനെ തൈക്കാടയ്യയെ പരിചയപ്പെടുത്തി അവർ ഘടയോഗ്യ വിദ്യ പഠിച്ചു. ഇനി കായിക്കര എന്ന് പറയുന്ന കുമാരനാശാൻ്റെ സ്ഥലം കൂടിയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നു 1891. അദ്ദേഹം കുമാരനാശാൻ നമുക്കറിയാം ഗുരുവിൻ്റെ ജീവിതത്തിൽ വളരെ വിശിഷ്ടനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. അയ്യങ്കാളി ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി. ബാലരാമപുരം 1912 കണ്ടുമുട്ടിയത്. ബാലരാമപുരത്ത് അയ്യങ്കാളി ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചന്ത, അതൊക്കെ നമ്മൾ ഈ അടുത്ത ചന്ത വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇനി
വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ സ്ഥലം 1914. രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് തിരുവണ്ണാമലയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഇനി ടാഗോറും ഗാന്ധിജി ഇവർ രണ്ടുപേരും കേരളം സന്ദർശിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മഠം കൂടിയായിട്ടുള്ള ശിവഗിരി മഠത്തിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ വന്ന് കാണുകയാണ് ചെയ്തത്. അതും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയത് 1925 ഒക്ടോബർ 17 മഠത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു. 1925 ഒക്ടോബർ 17 ഇദ്ദേഹം ശ്രീനാരായണ ഗുരു പറയുന്ന ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ ഒരു ശിലാ സ്ഥാപിച്ചു. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി നമ്മൾ ടാഗോറുമായിട്ടുള്ള സന്ദർശനം അല്ലെങ്കിൽ ടാഗോറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ടാഗോറിനെ കണ്ടുമുട്ടിയ സമയത്ത് ഇവർക്ക് ഇടയിൽ ദ്വിഭാഷിയായി, അതായത് ടാഗോർ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ സംഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് കുമാരനാശാനാണ്. അദ്ദേഹം ഒരു ദ്വിഭാഷിയായിരുന്നു, രണ്ട് ഭാഷയെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹമാണ് ഈ പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത്. ഭാരതത്തിൽ അന്ന് ജീവിച്ചിരുന്ന പരമഹംസന്മാരിൽ സ്വാമിയെപ്പോലെ പരിശുദ്ധന്മാരായി മറ്റാരുമില്ല എന്നുള്ളതാണ് ടാഗോർ ആരെക്കുറിച്ച് പറഞ്ഞത്? ഗുരുവിനെക്കുറിച്ച് പറഞ്ഞത്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഭാരതത്തിൽ അന്ന് ജീവിച്ചിരുന്ന പരമഹംസന്മാരിൽ സ്വാമിയെപ്പോലെ പരിശുദ്ധാത്മാവായി മറ്റാരുമില്ലെന്നാണ് ടാഗോർ അവിടെ വെച്ച് നമ്മുടെ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞത്. അന്ന് ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് പറഞ്ഞത് CF ആൻഡ്രോസ് ആണ്. ആ സമയത്ത് ടാഗോറിനൊപ്പം അവിടെ ആരും ഉണ്ടായിരുന്നു? CF ആൻഡ്രോസ് ഉണ്ടായിരുന്നു. CF ആൻഡ്രോസിനെ നമ്മൾ ദീനബന്ധു എന്നാണ് വിളിക്കുന്നത്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ലെന്നാണ് ആര് പറഞ്ഞത്? CF ആൻഡ്രോസ് പറഞ്ഞത്. അന്ന് ടാഗോറിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നു? CF ആൻഡ്രോസ് ഉണ്ടായിരുന്നു. ഒരു ചോദ്യമാണത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിൻ്റെ കൂടെ ഒരു വചനവും കൂടി. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഞാൻ ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് അയ്യങ്കാളി ഇദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം വളരെ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ്. അത് അദ്ദേഹം പണി കഴിപ്പിച്ചത് 1908 ശിവഗിരി മഠം സ്ഥാപിച്ചതോ 1904 ആ മഠം സ്ഥാപിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രം അദ്ദേഹം സ്ഥാപിക്കുക. അവിടെ ശാരദാ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വിദ്യാദേവിയാണ്. 1912 ആ പ്രതിഷ്ഠ നടത്തിയത്. ഒക്ടഗൺ ഷേപ്പിൽ, അതായത് അഷ്ടഭുജാകൃതിയിലാണ് ആ സ്ഥലം നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ശാരദാ പ്രതിഷ്ഠ കാണുമ്പോൾ ആ ഷേപ്പ് ഒന്ന് നോക്കിക്കൊള്ള ഒരു അഷ്ടഭുജാകൃതിയിലാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? നമ്മളെ കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്. അത് അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രമാണ്. അതിൻ്റെ തറക്കല്ലിട്ടത് ആനി ബസൻ്റാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഓർക്കുക, മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രമേരാണ്? തിരുപ്പതീശ്വര ക്ഷേത്രമാണ്. പിന്നെ ഒരു കാര്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് വന്നത് തലശ്ശേരിയിലാണ്. അതും കൂടി ഈ സമയത്തൊന്ന് ഓർക്കുക. ഇനി ഇദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചു. അതാണ് അദ്ദേഹം ആദ്യം നടത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇത് അതിൻ്റെ ഇടയിൽ മിസ്ഡ് ഔട്ട് ആയിപ്പോയതാണ്. 1881 ഇദ്ദേഹം 5 തെങ്ങിലൊരു സ്കൂൾ സ്ഥാപിച്ചത്. ഇദ്ദേഹം തപസ് അനുഷ്ഠിച്ച സ്ഥലം മരുത്ത ഗുഹയാണ്. അത് പിള്ളത്തടം ഗുഹയെന്ന് തന്നെ വിളിക്കുന്നു. പിള്ളത്തടം ഗുഹയിലാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചത്. ഇനി അദ്വൈതാശ്രമം, അത് എവിടെയാണെന്നറിയാമോ? ആലുവയിലാണ് അദ്വൈതാശ്രമം. അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913 ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയതും ഈ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. വർഷം, അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞില്ലേ, ആ വർഷം 1924 ആലുവയിലെ അദ്വൈതാശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര. ഏത് നദിയുടെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം? പെരിയാർ നദിയുടെ തീരത്താണ്. അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ അദ്വൈതം എന്ന് പറയുന്ന സിദ്ധാന്തം ആരുടെയാണ്? ശങ്കരാചാര്യരുടെയാണ്. ഇത് വളരെ വലിയൊരു സിദ്ധാന്തമാണ്. അപ്പോൾ അത് ശങ്കരാചാര്യരുടെ ഒരു പ്രപ്പോണൻ്റാണ്. ശങ്കരാചാര്യരുടെ ഒരു പ്രപ്പോസലാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലാണ്. ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇനി ഗുരു ആകെ സന്ദർശിച്ചിട്ടുള്ളൊരു വിദേശ രാജ്യം ശ്രീലങ്ക മാത്രമാണ്.
അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ശ്രീലങ്കയാണ് ഇദ്ദേഹം സന്ദർശിച്ചിട്ടുള്ള വിദേശ രാജ്യം എന്ന് പറയുന്നത്. അവിടെ ഗുരു ആദ്യമായിട്ട് 2 തവണ അതവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആദ്യം വിസിറ്റ് ചെയ്തത് 1918, പിന്നെ അദ്ദേഹം സമാധിക്ക് മുൻപ് 1926 ഒരു വട്ടം കൂടി അവിടെ പോയി, ശ്രീലങ്കയിൽ പോയ സമയത്ത് ഇദ്ദേഹം കാവ്യ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതും ചോദിക്കാറുണ്ട് PSC. കാവ്യ വസ്ത്രം ഉടുത്തുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് അവിടെ. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, ഗുരുവിൻ്റെ അനുയായികൾ ശ്രീലങ്കയിലൊരു സംഘടന സ്ഥാപിച്ചു. ആ ശ്രീലങ്കയിലെ ഷിലോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം വിസിറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഷിലോൺ വിജ്ഞാനോദയ യോഗം എന്നാണ് അതിൻ്റെ പേര്. ഇനി മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ പറയുന്ന കണക്കിന് ശ്രീനാരായണ ഗുരുവാണ്. 2009 മുതൽ അവിടുത്തെ ശ്രീലങ്കൻ സ്റ്റാമ്പിൽ ഇദ്ദേഹം വന്നിട്ടുണ്ട് എന്നുള്ളതും ഓർക്കുക. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, അത് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കോട്ടുകളാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അത് പറഞ്ഞത് എവിടെ വെച്ചാണ്? ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. വർഷം ഏതാണ്? 1924. സംഘടിപ്പിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വിദ്യ കൊണ്ട് ശ്രേഷ്ഠരാവുക, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നിങ്ങൾ ഏത് മതം വേണമെങ്കിലും സ്വീകരിച്ചോളൂ, പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യരുത്? മറ്റൊരാൾക്കൊരു ദോഷം വരരുത്. നിങ്ങൾ നല്ല മനുഷ്യരാവുക. പിന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള കോട്ടുകൾ. മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്. അത് ഞാൻ വേറൊരു സ്ലൈഡിൽ ഇനി പറയും. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. അവനവൻ്റെ ആത്മസുഖത്തിനാണ് അപരൻ്റെ സുഖത്തിനായി വരയണം. അതും ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞതാണ്, ആത്മോപദേശ ശതകത്തിൽ. ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളത് ജാതി മീമാംസ എന്ന് പറയുന്ന കൃതിയിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി. ഇവിടെ ഈ സ്ലൈഡിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി മാത്രമാണ്. അദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതി നവമഞ്ജരിയാണ്. അത് ഞാനിവിടെ എഴുതാൻ വിട്ടുപോയി. നവമഞ്ജരി എന്ന് പറയുന്നത് എഴുതാൻ വിട്ടുപോയി. നവമഞ്ജരിയാണ് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ചത്. അത് ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ നമുക്ക് നോക്കാം. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ വേളയിൽ ഇദ്ദേഹം എഴുതിയ കൃതിയാണ് ശിവശതകം. പിന്നെ ആത്മോപദേശ ദശകം 1997. ഗുരു എഴുതിയൊരു തമിഴ് കൃതി എന്ന് പറയുന്നത് തേവാര പതികങ്ങളാണ്. അത് ഓർത്തിരിക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ അത് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കണം. അർദ്ധനാരീശ്വര സ്തോത്രം, ജീവകാരുണ്യ പഞ്ചകം, ജാതി നിർണയം, പിന്നെ ആത്മവിലാസം, അദ്വൈത ദീപിക, അനുകമ്പ ദശകം, ദർശനമാല, ദൈവദശകം. അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നിർവൃതി പഞ്ചമം, പിന്നെ ജനനീന നവമഞ്ജരി, അറിവ്, ജാതി ലക്ഷണം, ജ്ഞാനദർശനം, വിനായകാഷ്ടം, കുണ്ടലിനി പാട്ട്, ചിജണ്ട ചിണ്ടകം. ഇനി സുബ്രഹ്മണ്യാഷ്ടകം, സദാശിവദർശനം, സമസ്യ, ശ്രീ വാസുദേവാഷ്ടകം, വേദാന്ത സൂത്രം, ബ്രഹ്മവിദ്യാ പഞ്ചകം, മുനിചര്യ പഞ്ചകം, ഗുഹാഷ്ടകം. ഈ മറ്റ് വിവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ തിരുക്കുറൽ, ഈശോപനിഷത്ത്, ഒടുവിലൊരുക്കം. ഇനി വചനങ്ങളും കൃതികളും. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ, അത് ജാതി മീമാംസ എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം, അത് ആത്മോപദേശ ദശകത്തിനകത്താണ് പറയുന്നത്. ഇത്രയും ഓർത്ത് വയ്ക്കാമല്ലോ. ഇനി ആലുവ സർവ്വമത സമ്മേളനത്തിൽ ഇദ്ദേഹത്തിന് പങ്കെടുത്തിരുന്നു. 1924 ആ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. ഓക്കെ. ഇനി ആ സമയത്ത് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സദാശിവ അയ്യരായിരുന്നു. സദാശിവ അയ്യർ ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയാണ്. പിന്നെ താലികെട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം താലി കെട്ടുന്ന പോലത്തെ കല്യാണമല്ല, ഇപ്പം നടത്തുന്ന താലികെട്ട് കല്യാണമല്ല. അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടത്തില്ലേ, അതിനെയാണ്. അപ്പോൾ ഈ താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ഇദ്ദേഹം ആഹ്വാനം ചെയ്ത സമ്മേളനം എവിടെ വെച്ചെന്ന് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് പറവൂരാണ്, തിരുവനന്തപുരം ജില്ലയിലെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ വർക്കല മഠത്തിനോട് അടുത്ത് വരുന്നൊരു സ്ഥലമാണ് പറവൂർ. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ശിവഗിരി വർക്കലയ്ക്ക് ശേഷമുള്ള ഒരു സ്റ്റോപ്പാണ് പറവൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചാണിത് ഇതിൻ്റെ താലികെട്ട് കല്യാണം ബഹിഷ്കരിപ്പിക്കാനുള്ള ആഹ്വാനം സംഭവിക്കുന്നത്. ശ്രീനാരായണ ധർമ്മ സംഘമാണ് യോഗമെല്ലാം ഓർത്തിരിക്കുക. അത് 1928, അദ്ദേഹത്തിൻ്റെ സമാധി 28-ലാണല്ലോ, 28-ലാണത് സംഭവിക്കുന്നത്.
ഇനി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, യൂറോപ്യൻ ശിഷ്യൻ എന്ന് പറയുന്നത് ഏണസ്റ്റ് ക്ലർക്കാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ശ്രീലങ്കയിലെ ഷില്ലോണിൽ വെച്ച് നടന്ന സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ബോധാനന്ദ സ്വാമികളാണ്. അതും കൂടി ഒന്ന് മനസ്സിലോർക്കുക. ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യൻ എന്ന് പറയുന്നത് ബോധാനന്ദ സ്വാമികളാണ്. പിന്നൊരു കാര്യം ഓർക്കേണ്ടത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ എന്ന് പറയുന്നത് ശിവലിംഗദാസ സ്വാമികളാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ശിവലിംഗദാസ സ്വാമികളാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഒരേ ഒരു യൂറോപ്യൻ ശിഷ്യനാണ് ഞാനിപ്പോൾ ഈ സ്ലൈഡ് കാണിച്ചിരിക്കുന്നത്, ഏണസ്റ്റ് ക്ലർക്ക്. ഇനി ശ്രീലങ്കയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയത് ഇദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ബോധാനന്ദ സ്വാമികളാണ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ ആദ്യ ശിഷ്യനായിട്ടുള്ള ശിവലിംഗദാസ സ്വാമികളുടെ ശിഷ്യന്മാർ, അതായത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് പിന്നെ മലയാളി സ്വാമിമാരായിട്ടുള്ള ബ്രഹ്മാനന്ദ സ്വാമി, അതായത് സിദ്ധവൈദ്യരെന്ന് ഇയാളെ വിളിക്കാറുണ്ട്. ശിവദാസ സ്വാമിയുടെ ശിഷ്യന്മാരാണ് ബ്രഹ്മാനന്ദ സ്വാമി, അദ്ദേഹത്തിനെ സിദ്ധ സ്വാമി എന്നും വിളിക്കാറുണ്ട്. ഇത്രയും ഓർക്കാലോ ശിഷ്യന്മാരുടെ കാര്യത്തെക്കുറിച്ച്. ഇനി ശിവലിംഗ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച കുമാരനാശാൻ എഴുതിയ കൃതിയാണ് പറന്നുപോയ ഹംസം. അതൊന്നും ഓർത്തിരിക്കുക. ശിവലിംഗ സ്വാമി മരിച്ചു പോയപ്പോൾ എഴുതിയ കൃതിയാണ് പറന്നുപോയ ഹംസം. അത്രയും ഓർത്തിരിക്കാമല്ലോ ശിഷ്യന്മാരെക്കുറിച്ച്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിൻ്റെ സമാധി നിങ്ങൾക്ക് സന്തോഷമായി കാണും, കാരണം അദ്ദേഹം സമാധിയായല്ലോ, ഇനി ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കും. പക്ഷെ അല്ല. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ സമാധി സംഭവിച്ചത്. ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം വെള്ള വസ്ത്രമാണ്. ഇനി മറ്റ് കാര്യങ്ങൾ, ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഒരുപാട് പ്രതിമകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ പേര് തന്നെയാണ്. ആദ്യ പ്രതിമ തലശ്ശേരി വെച്ചാണ്. ഈ പ്രതിമ നിർമ്മിക്കാനായി മുൻകൈ എടുത്തത് മൂർക്കോത്ത് കുമാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇറ്റാലിയൻ ശില്പി കൂടിയായിട്ടുള്ള സി തവാർജിയാണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെല്ലുലാർ ആൻഡ് പ്രൈസ് ലഭിച്ചത് ശശി തരൂറിനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടന്ന കായൽ കണ്ണീറ്റിങ് കായലാണ്, കരുണാകപ്പള്ളിയിലാണ് ആ കായൽ. ഇനി പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് പ്രൈസ് ലഭിച്ചത് ശശി തരൂറിനാണെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നൂറ്റാണ്ടിൻ്റെ മലയാളി, അങ്ങനൊരു വിശേഷണം ഞാൻ ആദ്യം അത് പറഞ്ഞു, മലയാള മനോരമയാണ് കൊടുത്തത്. 1999 ഒരു പത്രത്തിലാണ് അത്തരത്തിൽ നമ്മുടെ ഗുരുവിനെക്കുറിച്ച്, അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരിക്കലൊരു ലേഖനം വന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ വിശേഷണം നൂറ്റാണ്ടിൻ്റെ മലയാളി എന്നുള്ളതായിരുന്നു. ഇനി ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ്, അത് അങ്ങനെ ഒരു സെൻറ്ററുണ്ട്. അത് മഹാരാഷ്ട്രയിലെ നവി മുംബൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇനി നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ, ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രതിഷ്ഠപ്പെട്ട മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിനെ ആദരിച്ച സ്റ്റാമ്പ് ഇറക്കി തുടങ്ങിയത് 1967 ഓഗസ്റ്റ് 21 മുതലാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഗുരുവാണ്. ഇനി ഗുരുവിനോടുള്ള ആദര സൂചകമായിട്ട് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കി തുടങ്ങി. 2006 ഗുരുവിൻ്റെ മുഖം വെച്ചുകൊണ്ടുള്ള പുറത്തിറക്കാനായിട്ട് തുടങ്ങിയത്. 2014 ഇദ്ദേഹത്തിൻ്റെ ദൈവദശകം എന്ന് പറയുന്ന കൃതിയുടെ ശതാബ്ദി ആഘോഷിക്കപ്പെട്ടു. ഇനി ഗുരുവിൻ്റെ ജീവിതം കാണിച്ചുകൊണ്ട് വന്നിട്ടുള്ള ബയോഗ്രഫീസും പിന്നെ ഫിലിംസുമാണ് ഇനി അടുത്ത പറയുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ആസ്പദമാക്കി വന്നിട്ടുള്ള നോവലുകൾ, കൃതികൾ, അതാണ് പറയുന്നത്. അത്തരത്തിൽ കെ സുരേന്ദ്രൻ എഴുതിയൊരു നോവലാണ് ഗുരു എന്നാണ് ആ നോവലിൻ്റെ പേര്. നാരായണം എന്ന് പറയുന്ന നോവൽ രചിച്ചത് പെരുമ്പടപ്പൻ ശ്രീധരനാണ്. ഗുരുദേവ കർണാമൃതം രചിച്ചത് കിളിമാനൂർ കേശവനാണ്. അടുത്തത് മഹർഷി ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന കൃതി എഴുതിയത് ടി ഭാസ്കരനാണ്. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് MK സാനുവാണ്. അടുത്തത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 സിനിമ അദ്ദേഹത്തിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരു, P.A. ബക്കറാണത് എഴുതിയത്. യുഗപുരുഷൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. അതിൽ ഗുരുവായിട്ട് അഭിനയിച്ചത് തലേവാസൽ വിജയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഗുരുവിനെ കുറിച്ച് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ശിവഗിരി മഠത്തിൽ നമ്മൾ തീർത്ഥാടക സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് തീർത്ഥാടകർ മഞ്ഞ വസ്ത്രമാണ് ധരിക്കാറുള്ളത്. ആദ്യമായിട്ട് ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് വല്ലവശ്ശേരി ഗോവിന്ദ വൈദ്യരും TK കിണ്ടനും കൂടിയാണ്. കിണ്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വല്ലവശ്ശേരി ഗോവിന്ദ വൈദ്യരും TK കിണ്ടനുമാണ് ആദ്യം അവിടെ പോയത്. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം
ഇലവന്തിട്ട പത്തനംതിട്ടയിലാണ്. ഇനി ശിവഗിരി തീർത്ഥാടനം ആദ്യമായിട്ട് സംഘടിപ്പിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത കവി മുല്ലൂർ എസ് പത്മനാഭ പണിക്കരാണ്. മുല്ലൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കളക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി. പിന്നെ ആത്മോപദേശ ദശകം 1897 ദൈവദശകം 14. ഇനി ഇദ്ദേഹം മൊഴിമാറ്റം ചെയ്ത കൃതി ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ചത് ഏതാണ്? നവമഞ്ചരിയാണ്. അത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ചരിത്രത്തിൻ്റെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി എഴുതിയത് KV അപ്പനാണ്. അതും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത കൃതി ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന കൃതിയാണ്. ഒരുപാട് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ള കൃതി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടത്തുന്ന സ്ഥലം കുമരകമാണ്. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടത്തുന്നത് കുമരകത്ത് വെച്ചാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് അദ്ദേഹത്തിനെക്കുറിച്ച് പറയാൻ പറ്റിയ, അല്ലെങ്കിൽ ഗുരുവിനെക്കുറിച്ച് കളക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ശിഷ്യന്മാരുടെ കാര്യം ഞാനിപ്പോൾ ഓർക്കുമ്പോൾ പറയാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി എന്ന് പറയുന്നത് ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് വേലായുധൻ എന്നായിരുന്നു. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ വിദേശ ഏണസ്റ്റ് ക്ലാർക്ക് നേരത്തെ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ ആനന്ദ തീർത്ഥനാണ്. ഏതാണ്? ആനന്ദ തീർത്ഥൻ. 1923 നമ്മൾ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. നടരാജ ഗുരുവിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നടരാജ ഗുരു ഡോക്ടർ പൽപുവിൻ്റെ രണ്ടാമത്തെ മകനാണ്. ഡോക്ടർ പൽപു ഒരു നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് നടരാജ ഗുരു. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എവിടെയാണെന്ന് വെച്ചാൽ കൈതമുക്ക്. അത് തിരുവനന്തപുരം ജില്ലയിലാണുള്ളത്, കൈതമുക്കിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനിയും ഒരുപാട് ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് പറഞ്ഞാലും തീരാത്താണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, പഠിക്കാനായി സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ ഇനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ, പറയാൻ ബാക്കി വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.